ഇടയ്ക്ക് വെച്ച് ഡിസൈൻ ഫോർ റിലയബിലിറ്റി എന്നൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ചിലപ്പോൾ ചോദിക്കും. വാട്ട് ആർ ദി സ്റ്റെപ്സ് ഫോർ ഡിസൈൻ ഫോർ റിലയബിലിറ്റി എന്ന് ചോദിക്കും. അപ്പോൾ ഇതാണ് അതിലെ സ്റ്റെപ്സ് വരുന്നത്. ഒന്ന്, സെറ്റ് റിലയബിലിറ്റി ടാർഗറ്റ്. നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ റിലയബിലിറ്റി എത്രത്തോളം വേണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അതിൻ്റെ പ്രോബ്ലംസ് മുമ്പ് പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിസ്റ്റം ഉണ്ടാക്കാൻ പോകുന്ന സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി എത്ര വേണം തീരുമാനിക്കുന്നതിനാണ് സെറ്റ് റിലയബിലിറ്റി ടാർഗറ്റ്. റിലയബിലിറ്റി അലോക്കേഷൻ നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. സിസ്റ്റത്തിൻ്റെ മൊത്തം റിലയബിലിറ്റി ഇത്രയും ആവാൻ വേണ്ടിയിട്ട് ഓരോ യൂണിറ്റിനും നമുക്ക് എത്രത്തോളം റിലയബിലിറ്റി കൊടുക്കാൻ പറ്റും, അതിനുള്ള പല മെത്തേഡ്സും നമ്മൾ നേരത്തെ നോക്കിയാണ്. അഗ്രി മെത്തേഡ് നോക്കി, അതുപോലെ യൂണിഫോം അലോക്കേഷൻ നോക്കി, അങ്ങനത്തെ പല മെത്തേഡ്സ് നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ ഡിസൈൻ ഓഫ് സിസ്റ്റം, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യണം, നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് രണ്ടെണ്ണമാണ് FMECAയും FTA. FMECA എന്ന് പറഞ്ഞാൽ ഫെയിലിയർ മോഡ് എഫക്ട്സ് ആൻഡ് ക്രിട്ടിക്കാലിറ്റി അനാലിസിസ് ആണ്. FTA ഫോൾട്ട് ട്രീ അനാലിസിസ് ആണ്. ഇത് രണ്ടും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് പ്രോട്ടോടൈപ്പിംഗ് ഓഫ് സിസ്റ്റമാണ്. സിസ്റ്റത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്, അതായത് ആദ്യമായിട്ട് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി നോക്കുന്നു. എക്സ്പെരിമെൻ്റൽ പർപ്പസിനായിട്ട് നമ്മൾ ഫുൾ സ്കെയിലിൽ നമ്മൾ ആ ഒരു സിസ്റ്റം ഉണ്ടാക്കി നോക്കുന്നു. അതിനാണ് ഈ പ്രോട്ടോടൈപ്പിംഗ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് സിസ്റ്റം ചെയ്യുന്നു. ആ സിസ്റ്റം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രോഡക്റ്റ് ഫൈനലൈസേഷൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് FMECAയും FTAയും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, FMECA അതായത് ഫെയിലിയർ മോഡ്സ് എഫക്റ്റ് ആൻഡ് ക്രിട്ടിക്കാലിറ്റി അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ഒരൊറ്റ കോമ്പോണൻറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന അനാലിസിസാണ്. അതായത് ഒരു സിസ്റ്റത്തിൽ പല കോമ്പോണൻറ്റ്സ് കാണും. ആ കോമ്പണൻറ്റ് സപ്പോസ് ഞാനിപ്പോൾ UPSൻ്റെ കാര്യം തന്നെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ UPSൽ ഒരു ബാറ്ററി ഒരു കോമ്പണൻ്റാണ്. അപ്പോൾ നമ്മൾ ബാറ്ററിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഈ ബാറ്ററി ഡാമേജ് ആവാൻ എത്ര ചാൻസ് ഉണ്ട്, അപ്പോൾ ബാറ്ററിക്ക് എത്ര റിലയബിലിറ്റി കൊടുക്കണം, അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോമ്പണൻറ്റിനെ ഫോക്കസ് ചെയ്ത് നടത്തുന്ന അനാലിസിസാണ് FMECA. FTA എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിനെ മൊത്തം നമ്മൾ ഫോക്കസ് ചെയ്ത് നടത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ സിസ്റ്റത്തിനെ മൊത്തത്തിൽ എങ്ങനെ ബാധിക്കും, അങ്ങനെയുള്ളൊരു അനാലിസിസാണ് FTA. ഒരു കോമ്പണൻറ്റിന് വരുന്ന ഡാമേജ് കാരണം സിസ്റ്റത്തിന് മൊത്തത്തിൽ എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടാവും, അതാണ് ഫോൾട്ട് ട്രീ അനാലിസിസിലൂടെ ചെയ്യുന്നത്. അപ്പോൾ FMECA ഫെയിലിയർ മോഡ് എഫക്ട്സ് ആൻഡ് ക്രിട്ടിക്കാലിറ്റി അനാലിസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ കോമ്പണൻറ്റ്സ് ഓഫ് ദി സിസ്റ്റം എന്നാണ്. ഐഡൻറ്റിഫൈ കോമ്പണൻറ്റ്സ് ഓഫ് ദി സിസ്റ്റം, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് ഐഡൻറ്റിഫൈ ഫെയിലിയർ മോഡ്സ്. ഒരു കോമ്പണൻറ്റ് എത്ര രീതിയിൽ ഫെയിലാവാം, എങ്ങനെയൊക്കെ ഫെയിലാവാം, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് രണ്ടാമത്തത് വരുന്നത്. മൂന്നാമത്തത് ഫൈൻഡ് സിവിയറിറ്റി ഓഫ് ഫെയിലിയർ ആൻഡ് അസൈൻ സിവിയറിറ്റി റേറ്റിംഗ് എന്ന് പറയും. സിവിയറിറ്റി റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ ഒരു കോമ്പണൻറ്റ് ഫെയിലായാൽ അത് എത്രത്തോളം സിവിയർ ആയിരിക്കും, എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടാവും എന്നുള്ള ഒരു റേറ്റിംഗ് ആണ് സിവിയറിറ്റി റേറ്റിംഗ്. അപ്പോൾ ഒരു കോമ്പണൻറ്റ് ഫെയിലായാലും വലിയ കോൺസിക്വൻസ് ഒന്നുമില്ല, കുറച്ച് നേരത്തേക്ക് മാൽഫങ്ഷൻ ചെയ്യും എന്നേ ഉള്ളെങ്കിൽ സിവിയറിറ്റി റേറ്റിംഗ് വളരെ കുറവായിരിക്കും. പക്ഷേ കോൺസിക്വൻസ് വളരെ കൂടുതലാണെന്ന് വെച്ചാൽ സപ്പോസ് നമ്മുടെ സിസ്റ്റം എക്സ്പ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്താൻ ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ സിവിയറിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ സിവിയറിറ്റി കണ്ടുപിടിച്ച് സിവിയറിറ്റി റേറ്റിംഗ് കൊടുക്കണം. സിവിയറിറ്റി ഏറ്റവും കുറവാണെങ്കിൽ 1, ഏറ്റവും കുറവാണെങ്കിൽ 1, ഏറ്റവും കൂടുതലാണെങ്കിൽ 10 നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും നമ്മൾ സ്കെയിലിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു. അതാണ് സിവിയറിറ്റി റേറ്റിംഗ്. നാലാമത്തത് ഈ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ്. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ആൻഡ് അസൈൻ ഒക്കറൻസ് റേറ്റിംഗ്. ഞാനത് മുഴുവൻ എഴുതുന്നില്ല, ഇതുപോലെ തന്നെയാണ്. നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് കണ്ടുപിടിച്ചിട്ട് ഒക്കറൻസ് റേറ്റിംഗ് നമ്മൾ കൊടുക്കുക. അതായത് എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് ഫെയിലാവാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഫെയിലാവാൻ സാധ്യതയുള്ള കോമ്പണൻ്റ് ആണെങ്കിൽ ഒക്കറൻസ് റേറ്റിംഗ് കൂടുതലായിരിക്കും. വല്ലപ്പോഴും മാത്രം ഫെയിലാവാൻ സാധ്യതയുള്ള കോമ്പണൻ്റ് ആണെങ്കിൽ ഒക്കറൻസ് റേറ്റിംഗ് കുറവായിരിക്കും. അതാണ് ഒക്കറൻസ് റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഡിറ്റക്ഷൻ റേറ്റിംഗ് ആണ്. ഡിറ്റക്ഷൻ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പണൻറ്റ്
കോമ്പണൻറ്റിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാകുമ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം ഈസിയാണ് എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു റേറ്റിംഗാണ്. അതായത് അത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ എളുപ്പമാണെങ്കിൽ അതിൻ്റെ ഡിറ്റക്ഷൻ റേറ്റിംഗ് വളരെ കുറവായിരിക്കും. പക്ഷേ അത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഫോൾട്ട് വരുന്ന കോമ്പണൻ്റ് ആണെങ്കിൽ ഡിറ്റക്ഷൻ റേറ്റിംഗ് കൂടുതലായിരിക്കും. ഡിറ്റക്ഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡിറ്റക്ഷൻ റേറ്റിംഗ് കൂടുതലും, ഡിറ്റക്ഷൻ എളുപ്പമാണെങ്കിൽ ഡിറ്റക്ഷൻ റേറ്റിംഗ് കുറവുമായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈ കോമ്പണൻറ്റ് കൂടുതൽ പ്രശ്നക്കാരാവുമ്പോഴാണ് ഈ റേറ്റിംഗ് എല്ലാം കൂടുന്നത്. സിവിയറിറ്റി കൂടുമ്പോൾ, കോൺസിക്വൻസ് കൂടുമ്പോൾ സിവിയറിറ്റി റേറ്റിംഗ് കൂടും, ഒക്കറൻസ് ഫോൾട്ട് വരുന്ന ഫ്രീക്വൻസി കൂടുമ്പോൾ ഇത് കൂടും, ഡിറ്റക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ഡിറ്റക്ഷൻ റേറ്റിംഗ് കൂടും. അപ്പം നമ്മൾ പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റിസ്ക് പ്രയോറിറ്റി നമ്പർ RPN ഈക്വൽ ടു S/O/D ആണ്. അതായത് സിവിയറിറ്റി റേറ്റിങ്ങും ഒക്കറൻസ് റേറ്റിങ്ങും ഡിറ്റക്ഷൻ റേറ്റിംഗും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് RPN റിസ്ക് പ്രയോറിറ്റി നമ്പർ കിട്ടുന്നത്. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ RPN കണ്ടുപിടിക്കുക. ഈ RPN കണ്ടുപിടിച്ചിട്ട് ഏറ്റവും ഹയ്യസ്റ്റ് RPN ഉള്ള കോമ്പണൻസ് വേണം നമ്മൾ ഏറ്റവും ആദ്യം റിലയബിലിറ്റി ഇൻക്രീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഇംപ്രൂവ് കോമ്പണൻസ് വിത്ത് ഹയർ RPN. എന്നിട്ട് ഈ പ്രൊസീജിയേഴ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതാണ് ഈ ഫെയിലിയർ മോഡ് എഫക്ട്സ് ആൻഡ് ക്രിട്ടിക്കാലിറ്റി അനാലിസിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ടും ഈ സ്റ്റെപ്സാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പല സ്റ്റെപ്സ് ഇതിൻ്റെ ഇടയിലായിട്ട് പറയാൻ പറ്റും. പക്ഷേ ഒരു ഓവറോൾ നോക്കുമ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് FMECA വരുന്നത്.